കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങളെയും യുവജനതയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗൗരവകരമായ ഒരു വിഷയമാണ് സർക്കാരിന്റെ അവസാന നാളുകളിൽ നടക്കുന്ന പിൻവാതിൽ നിയമന നീക്കങ്ങൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾ ജനാധിപത്യപരമായ തൊഴിൽ സംവരണ രീതികളെ വെല്ലുവിളിക്കുന്നതാണ്. കേരളം എന്നും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒന്നാണ് സുതാര്യമായ PSC നിയമന രീതികൾ. എന്നാൽ അടുത്ത കാലത്തായി പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ഘട്ടങ്ങളിൽ പിൻവാതിൽ നിയമനങ്ങൾ ഒരു തുടർക്കഥയായി മാറുകയാണ്. അർഹരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ച് നിയമന ഉത്തരവിനായി കാത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതും താൽക്കാലികരെ സ്ഥിരപ്പെടുത്തുന്നതും സാമൂഹിക നീതിയുടെ ലംഘനമാണ്. സർക്കാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പരമാവധി സ്വന്തക്കാരെയും പാർട്ടി അനുഭാവികളെയും സർക്കാർ സർവീസിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പല നീക്കങ്ങളും നടക്കുന്നത്. പ്രധാനമായും നിരവധി സ്ഥാപനങ്ങളിൽ നിലവിൽ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നുണ്ട്. സഹകരണ വകുപ്പിന് കീഴിലുള്ള നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ 5ഓളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചത് വലിയ വിവാദമായിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കർശനമായ എതിർപ്പ് നിലനിൽക്കെ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള സന്നിധാനത്തിൽ ചേർന്ന യോഗത്തിലാണ് അസിസ്റ്റന്റ് മാനേജർ മുതൽ വാച്ച്മാൻ വരെയുള്ള തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. ഇത് പച്ചയായ നിയമലംഘനമാണെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത സ്ഥാപനമായ CMAT-ൽ 11 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലുകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയച്ചു കഴിഞ്ഞു. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ നടത്തുന്ന ഈ സ്ഥിരപ്പെടുത്തൽ നീക്കം അർഹരായ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഈ സ്ഥാപനങ്ങളിലും സമാനമായ രീതിയിൽ സ്ഥിരപ്പെടുത്തൽ മേള നടക്കുന്നുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, IT വിദഗ്ധർ തുടങ്ങിയ തസ്തികകളിൽ പാർട്ടി നോമിനികളെ ഉറപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾ ഇന്ന് കടുത്ത നിരാശയിലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ച് പരീക്ഷ എഴുതി കടമ്പകൾ കടന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. പല വകുപ്പുകളും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ അവ ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്നു. പിന്നീട് ഈ ഒഴിവുകളിലേക്ക് ദിവസവേതനക്കാരെയും കരാർ ജീവനക്കാരെയും നിയമിക്കുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ മാനുഷിക പരിഗണന മുൻനിർത്തി ഇവരെ സ്ഥിരപ്പെടുത്തുന്നു. കൃത്യമായ നിയമം നടക്കാതെ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി കഴിഞ്ഞ് റദ്ദാക്കുമ്പോൾ പുറത്തു പോകുന്നത് ആയിരക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്. അനധികൃത നിയമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ വർദ്ധിച്ചതോടെ കേരള ഹൈക്കോടതി വിഷയത്തിൽ നിർണായകമായി ഇടപെട്ടിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് റിപ്പോർട്ട് തേടിയ കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചു. 10 വർഷം പൂർത്തിയാക്കിയ താൽക്കാലികരെ സ്ഥിരപ്പെടുത്താമെന്ന് സുപ്രീം കോടതിയുടെ ഉമാദേവി കേസ് വിധി പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒഴിവുകൾ PSCക്ക് വിട്ടതാണെങ്കിലും ആ തസ്തികളിൽ താൽക്കാലികരെ സ്ഥിരപ്പെടുത്താൻ പാടില്ലെന്ന് നിയമം വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിൽ പലയിടത്തും ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തിരക്കിട്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി മുൻപ് നിരീക്ഷിച്ചിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും സമാനമായ പിൻവാതിൽ നിയമന വിവാദങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ നടത്തിയ മുട്ടിലിഴഞ്ഞുള്ള സമരം സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. എന്നിരുന്നാലും രണ്ടാം സർക്കാരും അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും ആരോപിക്കുന്നു. DYFI, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച തുടങ്ങിയ സംഘടനകൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി തെരുവിലുണ്ട്. എന്നാൽ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഈ നീക്കങ്ങൾ കടുത്ത അമർഷം ഉണ്ടാക്കുന്നുണ്ട്. സർക്കാരിന്റെ സ്വന്തക്കാർക്ക് മാത്രം ജോലി നൽകുന്ന നയം തുടർന്നാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ക്ഷേമ രാഷ്ട്രത്തിൽ തൊഴിലവസരങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ്. പരീക്ഷ എഴുതി യോഗ്യത തെളിയിക്കുന്നവർക്ക് മുൻഗണന നൽകുന്നതിന് പകരം രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പിൻവാതിലൂടെ ആളുകളെ തിരികെ കയറ്റുന്നത് മെറിറ്റിനെ അട്ടിമറിക്കലാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഈ പിൻവാതിൽ നീക്കങ്ങൾ തടയാൻ നിയമവ്യവസ്ഥയും പൊതുസമൂഹവും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം കേരളത്തിലെ യുവജനതയ്ക്ക് ജനാധിപത്യത്തിലും നിയമവ്യവസ്ഥയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം. PSC റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടും നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരങ്ങൾ അതീവ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ കാലതാമസവും പിൻവാതിൽ നിയമനങ്ങളും തങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്ന തിരിച്ചറിവാണ് ഇവരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. സാധാരണ പ്രതിഷേധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി ശയനപ്രദക്ഷിണം നടത്തിയും മുട്ടിലിഴഞ്ഞും ഭിക്ഷയെടുത്തും തല മുണ്ടലം ചെയ്തുമാണ് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. LGS, CPO തുടങ്ങിയ റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവരാണ് സമരരംഗത്ത് സജീവമായുള്ളത്. പിൻവാതിൽ നിയമനങ്ങൾ ഉടൻ അവസാനിപ്പിക്കുക, നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക, വിരമിക്കൽ മൂലമുണ്ടാകുന്ന ഒഴിവുകൾ അപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് തങ്ങളുടെ നിയമന സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ ചില ചർച്ചകൾക്ക് തയ്യാറെങ്കിലും പല ഉറപ്പുകളും പാലിക്കപ്പെടുന്നില്ലെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ജോലി ലഭിക്കാതെ പ്രായപരിധി കടന്നുപോകുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ ഈ സമരം കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഇത് പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയും നേടുന്നുണ്ട്.